യം ശൈവാസമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാ കർമ്മേതി മീമാംസകാ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരു ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണ. ഹരി ഓം ഹരി ഓം ഹരി. നമുക്ക് 3 തവണ പതിവ് പോലെ ഓംകാരം ജപിക്കാം. കൈകോർത്ത് മടിയിൽ വെച്ചോളൂ. കഷ്ടപ്പെടാതെ നിവർന്നിരിക്കുക. ആകാവുന്നിടത്തോളം കണ്ണടച്ച് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഹരി ഹരി. എൻ്റെ ശബ്ദത്തിൻ്റെ കുറവൊക്കെ നിങ്ങൾ നികത്തണം. ഹരി ഓ ഹരി ഓം തസ്. ആദ്യമായിട്ട് ഈ ശ്ലോകം ചൊല്ലാം, പിന്നെ പതിവ് പോലെ ഞാൻ ചൊല്ലിത്തരാം. ശരീരം സ്വർഗനരകൗ. ശരീരം സ്വർഗനരകൗ. എല്ലാവരും ചൊല്ലുന്നുണ്ടോ? അതിനിപ്പോൾ കേൾക്കാൻ എന്താ വേണ്ട? ഞാൻ നിർത്തിയിട്ട് നിങ്ങളോട് ചൊല്ലാൻ പറയാ അല്ലേ? ശരീരം സ്വർഗനരകൗ. ശരീരം സ്വർഗനരകൗ. ബന്ധമോക്ഷൗ ഭയം തഥാ. ബന്ധമോക്ഷൗ ഭയം തഥാ. കൽപ്പനാമാത്രമേവൈതത്. കൽപ്പനാമാത്രമേവൈതത്. കിം മേ കാര്യം ചിദാത്മനഃ. കിം മേ കാര്യം ചിദാത്മനഃ. ഒന്ന് 20. ഏകം സർവഗതം വ്യോമ. ഏകം സർവഗതം വ്യോമ. ബഹിരന്തർയഥാ ഘടേ. ബഹിരന്തർയഥാ ഘടേ. നിത്യം നിരന്തരം ബ്രഹ്മ. നിത്യം നിരന്തരം ബ്രഹ്മ. സർവഭൂതഗണേ തഥാ. സർവഭൂതഗണേ തഥാ. ഇനി 2-1. അഹോ നിരഞ്ജനശാന്തോ. അഹോ നിരഞ്ജനശാന്തോ. ബോധോഹം പ്രകൃതേഃ പരഃ. ബോധോഹം
प्रकृतेः परः एतावन्तमहं कालं एतावन्तमहं कालं मोहेनैव विडम्बितः मोहेनैव विडम्बितः यथा प्रकाशयाम्येको यथा प्रकाशयाम्येको देहमेनं तथा जगद् देहमेनं तथा जगत् अतो मम जगत्सर्वम् अतो मम जगत्सर्वम् अथवा न च किञ्चन अथवा न च किञ्चन सशरीरमहो विश्वम् सशरीरमहो विश्वम् परित्यज्य मयाधुना परित्यज्य मयाधुना कुतश्चित् कौशलादेव कुतश्चित् कौशलादेव परमात्मा विलोक्यते परमात्मा विलोक्यते എങ്ങനെയുണ്ട് ചൊല്ലുമ്പോൾ? നന്നായി തോന്നുന്നുണ്ടോ? ഉവ്വോ, ആത്മഗാനമാണിത്. ആത്മഗാനം, ആത്മഗാനം, ആത്മാവിനെ കുറിച്ചിട്ടുള്ള ഗാനം, പാട്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കിൻ. നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്വരൂപമുണ്ട്. ഒരു മാനം എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ, പരിമാണമുണ്ട്. നമ്മൾ ഈ കണ്ണുകൊണ്ട് നോക്കി നിശ്ചയിക്കുന്നത് മാത്രമല്ല, 6 അടി 5.5 അടി പൊക്കം, ഒരു 1.5 അടി വിസ്താരം, 50, 60, 70, 80 തൂക്കം, അങ്ങനെയുള്ള ഒരു ശരീരം. വാസ്തവത്തിൽ അതല്ല ഞാൻ. അതിലൂടെ പ്രകടമാകുന്നവനാണ് എന്നത് ശരി. അതിലൂടെ പ്രകടമാകുന്നതൊന്ന് വേറെയാണ്. അതിനെക്കുറിച്ച് ഇടയ്ക്കെങ്കിലും ഒന്ന് വിസ്മരിക്കൂ. അപ്പം മനസ്സിലുള്ള ഏഴത്തമൊക്കെ പോവും. എപ്പോൾ നോക്കിയാലും ഈ ഇല്ലപ്പാട്ടാ നമുക്കുള്ളത്. അതില്ല, ഇതില്ല, അതില്ല, അതുപോരാ, അവനത് പറഞ്ഞു, മുഷിഞ്ഞു. ഈ പാട്ട് എന്തിനാപ്പാ പാടുന്നത്? അതല്ലാതെ ഒന്നുണ്ടല്ലോ, ഒന്ന് പാടിക്കൂടെ? എത്രയോ കാലമായി നമ്മുടെ രാജ്യത്ത് ഈ ഒരു സംസ്കാരം വളരെ വിശേഷമായി പ്രതിഭാസിച്ചു കൊണ്ടിരിക്കുന്നു. അനവധി ആൾക്കാർ ഇത് സാക്ഷാത്കരിക്കുന്നു. ഈ പാട്ടൊന്ന് പാടിയേ പറ്റുള്ളൂ. ജനകൻ എങ്ങനെയാണോ അഷ്ടാവക്ര മഹർഷി പറയണത് കേട്ട്, 20 ശ്ലോകം പറയണത് കേട്ട്, അത് വേണ്ടതുപോലെ മനസ്സിൽ പതിഞ്ഞതോടുകൂടി ഞാൻ പറയുന്നുണ്ടല്ലോ, ഒരു 5 ലിറ്റർ വെള്ളത്തിൽ കുറേശ്ശെ ആയിട്ട് ഓരോ തുള്ളി പാലിങ്ങനെ വീണാൽ, ഓരോ തുള്ളി വീഴുമ്പോഴും വെള്ളത്തിൻ്റെ നിറം മാറും. കുറേ കഴിഞ്ഞാൽ വെള്ളം തന്നെ കാണാണ്ടാവും, പാല് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേമാതിരി നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്ന വെള്ളത്തിൽ ഈ ആത്മഗാനത്തിൻ്റെ തുള്ളിയായിട്ട് ഇങ്ങനെ വീഴട്ടെ. അങ്ങനെ വീണ് കഴിഞ്ഞാലോ അത് ആത്മമയമായി തീരും, പാല് മാത്രമായി തീരും. ഇല്ലേ? എന്താ സംശയമുണ്ടോ? 2-3 ആൾ ഇവിടെ പറയുള്ളൂ. ബാക്കി ഇടയിലുള്ളവരെ ഒന്ന് പറഞ്ഞുകൂടെപ്പാ? ഇവിടെ അദ്ദേഹം പറയണത് എന്താ? അഹോ നിരഞ്ജന ശാന്തോ ബോധോഹം പ്രകൃതേ പരഃ ഏതാവന്തമഹം കാലം മോഹേനൈവ വിഡംബിതഃ. ഇത്രയും കാലം ഞാൻ മോഹത്താൽ. എന്താ ഈ മോഹം? സാധാരണ ഈ മദ്യം, മയക്ക് സാധനങ്ങളൊക്കെ കഴിച്ചാൽ നമുക്ക് മോഹം വരുന്ന മാതിരി ഒരു മോഹം നമുക്ക് പിടിപെട്ടിരിക്കുക. ആ മോഹത്താൽ വിഡംബിതഃ, ഞാൻ ചതിക്കപ്പെട്ട് കഴിഞ്ഞുകൂടാണ്. ഇത്രയും കാലം ഞാൻ എൻ്റെ ഉള്ളിലുള്ള മനസ്സിനെക്കുറിച്ചോ ബുദ്ധിയെക്കുറിച്ചോ അഹങ്കാരത്തെക്കുറിച്ചോ ഇവയ്ക്കെല്ലാം അധിഷ്ഠാനമായി പരിലസിക്കുന്ന പരമാത്മാവിനെക്കുറിച്ചോ ഞാൻ എന്നിങ്ങനെ സൂചിപ്പിക്കുന്ന ഒരു ഉൾസത്യം, ഉൾബോധമുണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. കണ്ണ് മിഴിച്ചത് മുതൽക്ക് നോക്കിയത് ഈ ലോകത്തെയാണ്. ആ ലോകം മുഴുവനും നശിക്കുന്നത്, നശ്വരങ്ങളാണ്. അത് കണ്ടു തുടങ്ങിയപ്പോൾ അതിൻ്റെ പതിപ്പുകൾ മനസ്സിൽ പതിഞ്ഞതോടുകൂടി പിന്നെ ഈ പതിപ്പുകളായി എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതും നയനിർദ്ദേശങ്ങൾ നൽകുന്നതും എന്നായി തീർന്നു. ആരാണ് ഈ കാണുന്നത്? എവിടെയാണ് കാഴ്ച സംഭവിക്കുന്നത്? കാണുന്നതും കാഴ്ച സംഭവിക്കുന്നതുമായ ആ ഇടം ഈ പുറത്ത് കാണുന്നത് പോലെ സ്ഥൂലമാണോ? അതിന് നാശമുണ്ടോ? അതോ ഈ സ്ഥൂല വസ്തുക്കളെയൊക്കെ കവച്ചു വയ്ക്കുന്ന ഒരു സൂക്ഷ്മകോശം, ഒരു സൂക്ഷ്മതലമാണോ അത്
ഇതൊന്നും ഞാൻ ആലോചിച്ചില്ല. കഷ്ടേ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മഹർഷി പറഞ്ഞപ്പോൾ, അഹോ നിരഞ്ജന ശാന്തോ ബോധോഹം പ്രകൃതേഃ പരഃ. എന്താ പറയണത്? ഞാൻ ബോധമാണെന്ന്. ഈ സദസ്സിനോട്, ശ്രോതാക്കളോട്, പ്രേക്ഷകരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളിപ്പം എന്നോട് പറയണം, നിങ്ങൾ വാസ്തവത്തിൽ ശരീരത്തോടു കൂടി ജീവിക്കുന്നുണ്ടെങ്കിലും ആ ജീവിക്കുന്ന സത്താവിശേഷം വാസ്തവത്തിൽ ശരീരം, ജഡശരീരം ശവമാണോ, അതോ ഈ ജഡശരീരത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ശുദ്ധബോധമായ ഉൾത്തലമോ? ഒന്ന് പറയിൻ, ഇപ്പം പറയണം. നിങ്ങൾ ജഡശരീരമാണോ, അതോ ആ ജഡശരീരത്തിലൂടെ പ്രകാശിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതുമായ ശരീരവിലക്ഷണമായ ഒരു ചൈതന്യവിശേഷമോ? അതാണ് ബോധോഹം. ആ ബോധം എങ്ങനെയാ? പ്രകൃതേഃ പരഃ. പ്രകൃതി എന്ന് പറഞ്ഞാൽ പാഞ്ചഭൗതികം, 5 ഭൂതങ്ങളാണ്. ഭൂമി ഖരവസ്തു, ജലം ദ്രവവസ്തു, വായു വാതവസ്തു. 3 എണ്ണം കഴിഞ്ഞു. പിന്നെയുള്ളത് എനർജിയാണ്, ഊർജമാണ്, അഗ്നി. അത് കഴിഞ്ഞാൽ ആകാശം. ഇതിലൊന്നും പെടാത്തത്. ഇതൊക്കെ ജഡങ്ങളാണ്. എന്നാൽ ഈ ജഡശരീരത്തിൽ ശരീരത്തെ കവച്ചു വെച്ച് ശരീരത്തിന് വേണ്ട നയനിർദ്ദേശങ്ങൾ നൽകി, കണ്ണിനെ കൊണ്ട് കാണിച്ചു തന്ന്, ചെവിയെ കൊണ്ട് കേൾപ്പിച്ചു തന്ന്, മനസ്സിനെ കൊണ്ട് ചിന്തിപ്പിച്ച്, കൈകാലുകളെ അനക്കി നടത്തിച്ച് പിടിപ്പിച്ച്, ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരു സാധനം, ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരു സത്താവിശേഷം, അത് പ്രകൃതിക്ക് മുകളിലോ താഴെയോ? എന്താ ഒരു മിണ്ടാതെ? പ്രകൃതേഃ പരഃ. പ്രകൃതി മുഴുവൻ ജഡമാണ്. ജഡം, ആ ജഡത്തെ കവച്ചു വയ്ക്കുന്നതാണ് ഈ ഉൾചേതന, ചേതന എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതേഃ പരഃ. ഏതാവന്തമഹം കാലം, ഇത്രയും കാലം, ദശാബ്ദങ്ങളോളം ഞാൻ ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്, വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാലും ഈ മഹർഷി ഇത് പറഞ്ഞു തരുന്നത് വരെ എൻ്റെ മനസ്സിൽ ഈ വിഷയത്തെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് ഒരു വിചാരമോ ഒരു ആലോചനയോ ഉണ്ടായില്ല. മോഹത്താൽ ഞാൻ ചതിക്കപ്പെട്ടുവല്ലോ, അയ്യോ കഷ്ടായിപ്പോയി. എൻ്റെ ഉള്ളിൽ ഇത്രയ്ക്ക് പ്രകൃതിയെ മുഴുവനും അതിജീവിക്കുന്നതും അതിശയിക്കുന്നതുമായ ഒരു സത്താവിശേഷമുണ്ട്. അതാണ് ഞാനെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇതന്നെയല്ലേ ആദ്യം ഉപദേശിച്ചത് അഷ്ടാവക്ര മഹർഷി. ന പൃഥ്വീ ന ജലം ന അഗ്നി ന വായുർദ്യൗർന വാ ഭവാൻ ഏതാം സാക്ഷിണമാത്മാനം ചിദ്രൂപം വിദ്ധി മുക്തയേ. ജനകൻ ഈ നോക്കിക്കാണുന്ന പൃഥ്വി മണ്ണല്ല, ഭൂമിയല്ല, വെള്ളമല്ല, വായുവല്ല, അഗ്നിയല്ല, ആകാശമല്ല, പിന്നെ എന്താ? ഏഷാം സാക്ഷിണം. ഒന്ന് പറയൂ. ഈ കാണുന്നത് അത്രയുമുണ്ടല്ലോ, അതിനെ മുഴുവൻ നോക്കിക്കാണുന്ന സാക്ഷിയാണ് ജനക. താൻ സാക്ഷിയാണ്. ഈ കാണുന്നതൊന്നുമല്ല. ഈ കാണുന്നത് മുഴുവൻ നാം കാണുന്നു. നമ്മുടെ ചെറിയ കൊച്ചു കണ്ണുകളാണ് അനന്ത പ്രപഞ്ചത്തെ മുഴുവൻ നോക്കി അതിൻ്റെ വിസ്താരം ഗണിക്കുന്നതും അതിൻ്റെ അസംഖ്യ വസ്തുക്കളെക്കുറിച്ച് ആലോചിക്കുന്നതുമെല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ സാക്ഷിയാണ്. അപ്പോൾ ആ സാക്ഷിയുടെ മഹത്വം, അതിൻ്റെ പരിമാണം, അതിൻ്റെ മേന്മയും മികവും എത്രയുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. യഥാ പ്രകാശയാമ്യേകോ ദേഹമേനം തഥാ ജഗത് അതോ മമ ജഗത് സർവം അഥവാ നച കിഞ്ചന. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പമുണ്ടോ? അപ്പോഴേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. യഥാ പ്രകാശയാമ്യേകോ ദേഹമേനം തഥാ ജഗത് അതോ മമ ജഗത് സർവം അഥവാ ന ച കിഞ്ചന. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലുമല്ല ഇത്. ജീവിതം അതിൻ്റെ പാട്ടിൽ ഇങ്ങനെ നടക്കണു. നമുക്കൊരു ശരീരമുണ്ട്, ആ ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളുണ്ട്. ആ 5 ഇന്ദ്രിയങ്ങളുടെ ലോകവസ്തുക്കളുമായി സമ്പർക്കം ഇങ്ങനെ നടക്കണു. അതിനെ സംബന്ധിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. അങ്ങനെ നടക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ ഉള്ളിൽ, ശരീരത്തിൽ വ്യാപിച്ച് കിടക്കുന്ന സത്താവിശേഷം, ചേതനാത്മകതയുണ്ടല്ലോ, അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഈ പരാമർശങ്ങളൊന്നും പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥകളെയോ പ്രപഞ്ചത്തിൻ്റെ ഘടനയെയോ ഒരു തരത്തിലും അന്യഥാകരിക്കുന്നതല്ല. അതിനുള്ള സ്ഥാനം, ശരിയായിട്ടുള്ള ഒരു വിലമതിപ്പ്, മൂല്യാങ്കണം, മൂല്യനിരൂപണം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. യഥാ പ്രകാശയാമ്യേകോ ദേഹമേനം തഥാ ജഗത്. കൂടെ വന്നോളൂ. എങ്ങനെയാണോ എൻ്റെ ശരീരത്തെ ഞാൻ പ്രകാശിപ്പിക്കുന്നത്, എനിക്കൊരു ശരീരമുണ്ടെന്ന് എന്നോട് പറയണത് ആരാ? പുറമേയുള്ള എന്തെങ്കിലും വസ്തുക്കളോ വെളിച്ചമോ കാന്തശക്തിയോ ആണോ പറയുന്നത്? അതോ എനിക്കൊരു ശരീരമുണ്ടെന്നുള്ളത് എൻ്റെ മനസ്സിലുള്ള തോന്നലോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ കൂരി ഇരുട്ടിൽ ചെല്ലൂ. നിങ്ങളുടെ ശരീരത്തെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റണില്ല. കൈ ഒന്ന് പൊന്തിച്ചു നിർത്തൂ. എന്തിന്? കൈ കൊണ്ട് തൊടയൊക്കെ ഒന്ന് തൊടാണ്ടിരിക്കാൻ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ കാണാൻ പറ്റില്ല, തൊട്ടറിയാനും സാധിക്കില്ല. ശരീരത്തിൽ നിന്ന് ഒരു ശബ്ദവും വന്ന് ചെവിയിൽ പതിയില്ല. ശരീരത്തിന് ഒരു വാസനയുമില്ല. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ശരീരത്തിനെ ഗ്രഹിക്കാൻ സാധിക്കാതെ കൂരിരുട്ടിൽ നിങ്ങൾ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് എനിക്കൊരു ശരീരമുണ്ട് എന്നുള്ള അനുഭവമില്ലേ? ഉവ്വോ. എങ്ങനെയുണ്ടായി? ആര് പറഞ്ഞു തന്നു? ബാഹ്യവസ്തുക്കൾ ഏതെങ്കിലും ഒന്ന് വെളിപ്പെടുത്തിയോ നിങ്ങൾക്കൊരു ശരീരമുണ്ടെന്ന്? അതോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എനിക്കൊരു ശരീരമുണ്ടെന്നുള്ള ഉള്ളുണർവാണോ മനസ്സിലാക്കി തന്നത്? അപ്പം എൻ്റെ ഈ ശരീരത്തിനെ പ്രകാശിപ്പിക്കുന്നത് ആരാ? ഞാൻ തന്നെ. ഞാൻ എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്ന ഉൾ സാന്നിധ്യമുണ്ടല്ലോ, അതാണ് എനിക്കൊരു ശരീരമുണ്ടെന്ന് പറഞ്ഞു തന്നത്. അപ്പം എങ്ങനെയാണോ ഞാൻ എൻ്റെ ശരീരത്തെ യഥാ ഏനം ദേഹം പ്രകാശയാമി, എൻ്റെ ഈ ദേഹത്തെ ഞാൻ എങ്ങനെ പ്രകാശിപ്പിക്കുന്നുവോ, അർത്ഥാത് എന്ത് ഉണർത്തുന്നുവോ, ഉണർത്തി തരുന്നുവോ. അവിടെ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ടോർച്ചിൻ്റെ ബട്ടൺ പ്രസ് ചെയ്തിട്ട് കാണിച്ചു തരിക എന്നല്ല. ശരീരമുണ്ടെന്നുള്ള ആ ഉണർവ് എങ്ങനെ ഉള്ളിൽ നിന്ന് എനിക്ക് ഉണ്ടാകുന്നുവോ അതേമാതിരി കേൾക്കണം. അതേ ഞാൻ തന്നെയല്ലേ എൻ്റെ ശരീരത്തിലുള്ള 5 ഇന്ദ്രിയങ്ങളിലൂടെ ഈ ലോകത്തെയും ഉണർത്തിപ്പിക്കുന്നത്, പ്രകാശിപ്പിക്കുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ പ്രകാശകൻ ഒന്നു മാത്രം. അത് ആദ്യമായി ശരീരത്തെ പ്രകാശിപ്പിക്കുന്നു. ആ ശരീരപ്രകാശത്തിലൂടെ അത് ഈ പ്രപഞ്ചത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്നു. കണ്ണുകൊണ്ട് അനന്ത ദൂരങ്ങൾ, ചെവി കൊണ്ട് അതിൽ പതിയുന്ന ശബ്ദങ്ങൾ, വാസനകൾ മൂക്കിൻ്റെ ഉള്ളിൽ വരുന്നതെല്ലാം, അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് 5 തരത്തിലുള്ള വസ്തുക്കളെ മുഴുവനും ഓരോന്നോരോന്നായി ഉണർത്തി തരുന്നു, പ്രകാശിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? അടുത്ത് പറയാൻ പോണത് എന്താ? ഞാൻ പ്രകാശിപ്പിക്കുന്ന ശരീരം, എനിക്കൊരു ശരീരമുണ്ട്, ഇത് എൻ്റെ ശരീരമാണ്, നിങ്ങളാരും തൊടരുത് എന്ന് പറയണത് ആരാ? നിങ്ങളാണ്. ഇതെൻ്റെ ശരീരമാണ്. എന്താ കാരണം? ഈ ശരീരത്തിന് ഞാനാണ് ഉണർത്തി തരുന്നത്. എൻ്റെ ഉണർച്ചയ്ക്ക് വിധേയമാണ്. ഞാനാണതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി അതിനെ ഉണർത്തി തരുന്നത്. അപ്പം ഞാൻ ഉണർത്തി തരുന്ന എൻ്റെ ശരീരത്തെ എൻ്റേതാണെന്ന് ഞാൻ പറയുന്നത് പോലെ എൻ്റെ 5 ഇന്ദ്രിയങ്ങൾ മൂലം വെളിപ്പെടുത്തുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവനും അതിൻ്റെ പ്രകാശകനാണ് ഞാൻ എന്ന് വന്നാൽ ആ പ്രപഞ്ചവും എൻ്റെ അല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടാണോ പറയണേ? അതോ മമ ജഗത് സർവം അഥവാ നചകിഞ്ചന. ഞാൻ ഉണർത്തുന്ന ദേഹം എങ്ങനെ എൻ്റെയോ, ഞാൻ ഉണർത്തി തരുന്ന പ്രപഞ്ചവും എൻ്റെയാണ്. എന്നിലാണ് അതിൻ്റെ നിൽപ്പ്. അതിനെ ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഉൾത്തലത്തിലാണ്. എൻ്റെ ഇന്ദ്രിയങ്ങൾ മുഖേന ഞാൻ കാണുന്ന വസ്തുക്കളേ ഉള്ളൂ.
അറിയുന്ന വസ്തുക്കളേ ഉള്ളൂ. ഈ വസ്തുക്കളെല്ലാം എൻ്റെ ഉള്ളിൽ പതിപ്പുകളായി രൂപപ്പെടുന്നു. എൻ്റെ ശരീരം എങ്ങനെ എൻ്റെയോ, ആ ശരീരേന്ദ്രിയങ്ങൾ മുഖേന ഞാൻ ഗ്രഹിക്കുന്ന പ്രപഞ്ചം മുഴുവനും എൻ്റെ ഉണർവ് തലത്തിൽ പതിപ്പുകളായി വന്ന് ഞാൻ അനുഭവിക്കുന്നു. അപ്പോൾ എൻ്റെ അനുഭവത്തിന് വിധേയമായ ശരീരം എങ്ങനെ എൻ്റെയോ, എൻ്റെ അനുഭവത്തിന് വിധേയമായ പാത്രമായ പ്രപഞ്ചം മുഴുവനും എൻ്റെ അല്ലേ? നിങ്ങൾക്ക് എന്താ കുറവ്? എന്താ പിന്നെ കുറവെന്നാണ് ഞാൻ ചോദിക്കണത്. പിന്നെ കുറവില്ലല്ലോ. പ്രപഞ്ചം മുഴുവനും എൻ്റെയാണ്. അത് മുഴുവനും നിങ്ങൾക്ക് നോക്കി അനുഭവിക്കാം. അപ്പം രണ്ട് ഓപ്ഷൻ ഐച്ഛികതയെ നമ്മുടെ മുൻപിലുള്ളൂ. അതോ മമ ജഗത് സർവം, ഈ കാണുന്ന ജഗത്ത് സർവം മുഴുവനും എൻ്റെയാണ്. അല്ലെങ്കിലോ അഥവാ നചകിഞ്ചന, അതല്ലെങ്കിൽ ഒന്നുമില്ല തന്നെ. നമുക്ക് രണ്ടവസ്ഥകളാണ്. എന്താ രണ്ടവസ്ഥ? ഉണർന്നിരിക്കുന്ന ജാഗ്രത അവസ്ഥ. ആ ജാഗ്രത അവസ്ഥയിലാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ദൃശ്യപ്രപഞ്ചവും അതിൻ്റെ വിസ്താരവും കോലാഹലവും മുഴുവനും. ആ ജാഗ്രത അവസ്ഥയിൽ നാം ഇന്ദ്രിയങ്ങളിലൂടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന വിസ്താരം മുഴുവൻ ഉണരുന്നു, പുണരുന്നു, ഉൾക്കൊള്ളുന്നു. അത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നാം കിടന്നുറങ്ങണു. ആ ഉറങ്ങുന്ന സമയത്തോ എനിക്ക് ശരീരവുമില്ല, മനസ്സുമില്ല, ഈ ശരീരേന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്ന പ്രപഞ്ചവുമില്ല. അപ്പം എനിക്ക് രണ്ട് തരത്തിലുള്ള അനുഭവമാണ് കൂട്ടരെ, രണ്ട് തരത്തിലുള്ള അനുഭവം. പകൽ മുഴുവനും ജാഗ്രത അവസ്ഥയിൽ എൻ്റെ പ്രപഞ്ചം മുഴുവനുമുണ്ട്. കിടന്നുറങ്ങുമ്പോഴോ ഒന്നുമില്ല. ജാഗ്രത അവസ്ഥയിലുള്ള പ്രപഞ്ചത്തെ ഞാൻ സ്വീകരിക്കുമെങ്കിൽ, ഉണ്ടെന്ന് അഭിമാനിക്കുമെങ്കിൽ, ഉറക്കത്തിൽ ഇല്ലാതെയാവുന്ന ആ പ്രപഞ്ചത്തെ ഇല്ല എന്നും നമ്മൾ അനുഭവിക്കണ്ടേ? എന്താ, ആരോടാ ചോദിക്കുക? 24 മണിക്കൂർ ജീവിതത്തിൽ 16 മണിക്കൂറേ നിങ്ങൾ ഉണർന്നിരിക്കുന്നുള്ളൂ. ആ 16 മണിക്കൂർ നേരം പ്രകാശിക്കുന്ന പ്രപഞ്ചം 8 മണിക്കൂറിൽ തീരെ പ്രകാശമില്ലാതെ അസ്തമിച്ചു പോണു, മാച്ചു കളയപ്പെടുന്നു നിങ്ങളുടെ ഉള്ളിൽ. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്ന പ്രപഞ്ചം നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ മാഞ്ഞു പോകുന്ന പ്രപഞ്ചത്തെ ഇല്ല എന്നും നിങ്ങൾ അറിയണ്ടേ? എന്താ ഒരു മിണ്ടാത്തെ? ഒന്ന് ഉറപ്പിച്ച് പറയൂ, അപ്പം വേണം അല്ലെങ്കിൽ വേണ്ടാന്ന്. എന്താ നിങ്ങളിത് മനസ്സിലാക്കാത്തത്? എങ്ങനെയാണോ ഈ ജാഗ്രത അവസ്ഥയിൽ കാണുന്നത് പലതും നമ്മുടെ മുമ്പിലുണ്ട്, ചുറ്റുമുണ്ട്, അതേപോലെ കിടന്നുറങ്ങുമ്പോൾ ഒന്നുമില്ല. നമ്മുടെ ദൃഷ്ടി പാർശ്വികമാകാൻ പറ്റില്ല, പക്ഷഭേദം നമുക്ക് ശരിയല്ല. അപ്പം ജാഗ്രതയിൽ സ്വീകരിക്കുന്നത് പോലെ ഉറക്കത്തിൽ ഈ പ്രപഞ്ചം ഇല്ലാതെ ആവണു എന്നുള്ള സത്തയും നിങ്ങൾ മനസ്സിലാക്കണം. ഉറക്കത്തിൽ ഇല്ലാതെ ആവുമ്പോൾ ഒന്നുമില്ലാത്തതുപോലെ ഉണരുമ്പോൾ എല്ലാറ്റിനെയും കണ്ടറിയുന്ന നമ്മൾ ആ പ്രപഞ്ചം മുഴുവനും എൻ്റെ പ്രപഞ്ചമാണ്, ഞാൻ കാണുന്നതാണ്, ഞാൻ അനുഭവിക്കുന്നതാണ്, ഞാൻ ഉൾക്കൊള്ളുന്നതാണ്. ഞാൻ ഉൾക്കൊള്ളുന്നതാണ്. എൻ്റെ ഉള്ളിൽ പ്രതിഭാസിക്കുന്നതോ പ്രകാശിക്കുന്നതോ ആയ പ്രപഞ്ചം ഞാനല്ലേ, എൻ്റെ അല്ലേ, എൻ്റെ അല്ലേ. ഇങ്ങനെയാണ് നമുക്ക് ഉൾമാനങ്ങൾ വർദ്ധിച്ചു വരുന്നത്. നിങ്ങളിപ്പോഴത്തെ വിചാരം എന്താ? എനിക്കൊരു ശരീരമുണ്ട്, ശരീരമാണ് ഞാൻ. അതിന് അച്ഛനമ്മമാരുണ്ട് 2 ഞാൻ കല്യാണം കഴിച്ച പങ്കാളിയായി 2 കുട്ടികളും ഉണ്ടായി. അപ്പം നിങ്ങളുടെ കണക്കിൽ എത്രയുണ്ട്? അച്ഛൻ, അമ്മ, ഞാൻ, നമ്മുടെ ആള്, പിന്നെ 2 കുട്ടികളും. ഇതല്ലേ ഉള്ളൂ നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങളുടെ മനസ്സ് എവിടെ വികസിച്ചു? വികസിക്കുന്നില്ലല്ലോ. മനസ്സിനെ അങ്ങോട്ട് വികസിപ്പിക്കാനായി ആ ഉൾമാനം, ഉൾമാത്ര ഒന്ന് മനസ്സിലാക്കൂ. നോക്കൂ ജനകൻ എങ്ങനെയാ പറയണതെന്ന്. സശരീരമഹോ വിശ്വം പരിത്യജ്യമയാധുന കുതശ്ചിത് കൗശലാദേവ പരമാത്മാ വിലോക്യതേ. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടല്ലോ, നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? ഇത് കേൾക്കാൻ ഇഷ്ടം തോന്നുന്നുണ്ടോ? തീർച്ച. സശരീരമഹോ വിശ്വം പരിത്യജ്യമയാധുന. സശരീരമഹോ വിശ്വം പരിത്യജ്യമയാധുന കുതശ്ചിത് കൗശലാദേവ
കുതശ്ചിത് കൗശലാദേവ പരമാത്മാ വിലോക്യതേ പരമാത്മാ വിലോക്യതേ പരമാത്മാ വിലോക്യതേ. പരമാത്മാ വിലോക്യതേ. നോക്കൂ, ഈ ആത്മദർശനം എന്ന് പറയുന്ന കൗശലം എവിടെയാണ് കിടക്കുന്നതെന്ന്. ആദ്യം അദ്ദേഹം പറഞ്ഞത് എന്താ? ഞാൻ പ്രകാശിപ്പിക്കുന്ന എൻ്റെ ദേഹം എങ്ങനെ എൻ്റെയോ, ഞാൻ പ്രകാശിപ്പിക്കുന്ന ഈ പ്രപഞ്ചവും എൻ്റെയാണ്. ഒന്നുകിൽ ഞാൻ ഇതിനെ പ്രകാശിപ്പിച്ച് അനുഭവിച്ച് ഉടമസ്ഥാവകാശത്തോടു കൂടി വാഴും, അതല്ലെങ്കിലോ ഇതെല്ലാം ഇല്ല എന്ന് പറഞ്ഞ്, ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയും. അപ്പം ഞാൻ രണ്ടു കൂട്ടം കാര്യം അനുഭവിക്കുന്നുണ്ട്. ജാഗ്രത അവസ്ഥയിൽ അനന്തത, സുഷുപ്തിയിൽ പൂജ്യം, വട്ടപൂജ്യം, ശൂന്യത. ഈ ശൂന്യതയെയും അനന്തതയെയും ഒരുപോലെ ഉണ്ടാക്കി തീർത്ത് അനുഭവം നൽകുന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാ. സശരീരമഹോ വിശ്വം. അപ്പം എൻ്റെ മാത്രം എനിക്ക് മനസ്സിലായി, എൻ്റെ അളവ് എനിക്ക് മനസ്സിലായി, എൻ്റെ പ്രഭാവം എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ദേഹത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെ അനന്തമായ പ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. അനന്തമാണ് എൻ്റെ മാത്ര. ആ അനന്തമാത്രയിൽപ്പെട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണത്? സശരീരമഹോ വിശ്വം പരിത്യജ്യ. പരമാത്മാവിനെ കാണാനും ദർശിക്കാനും അനുഭവിക്കാനും വേണ്ടി ഞാൻ എന്ത് ചെയ്യണു? ശരീരത്തോടു കൂടിയ ഈ പ്രപഞ്ചം, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിട്ടുള്ളതാണ്. ആ ഇന്ദ്രിയ ഗോചരമായ പ്രപഞ്ചം, ദൃശ്യപ്രപഞ്ചത്തിൽ എൻ്റെ ശരീരവും പെട്ടു. അപ്പം എൻ്റെ ശരീരമടക്കം ഈ വിശ്വത്തെ പരിത്യജ്യ, ഉപേക്ഷിച്ചിട്ട് മാച്ചങ്ങട് കളഞ്ഞു. ഉറക്കത്തിൽ എങ്ങനെയാണോ എല്ലാം സ്വയം മായുന്നത്, അതേമാതിരി ഉണർന്നിരിക്കുമ്പോൾ ഞാൻ മനസ്സിലുള്ള മനോവൃത്തികളെ മുഴുവനും, ആ വൃത്തികൾ മനസ്സിൽ നിന്ന് വ്യത്യസ്തമല്ല. മനസ്സെന്തോ അവിടെ തന്നെയാണ് മനോവൃത്തികൾ. ആ മനോവൃത്തികൾ ഉയരുന്നു താഴുന്നു. മനസ്സ് എന്ന് പറയുന്ന അന്തരംഗം താഴുന്നില്ല. കിടന്നുറങ്ങുമ്പോൾ ഇതെല്ലാം തന്നെ പോയി. എന്നിട്ട് പിന്നെ എണീക്കുമ്പോഴോ ഒരു ഉദയം ഉണ്ടാവണു. അങ്ങനെ ജാഗ്രത എന്ന് പറയുന്ന ഉദയവും സുഷുപ്തി എന്ന് പറയുന്ന അസ്തമനവും, ഇത് രണ്ടും എവിടുന്ന് പുറപ്പെടുന്നുവോ അതാണ് പരമാത്മാവ്. കേൾക്കുന്നുണ്ടോപ്പാ? ഒന്ന് ചിന്തിക്കനപ്പാ. എന്തിനാ ഈ ബുദ്ധിയെ പണയം വയ്ക്കണത്? ആലോചിക്കൂ. എത്ര വായിക്കണോ നിങ്ങൾ? ഈ ഒരു കാര്യവും മനസ്സിലാക്കൂ. കാലത്തെണീറ്റപ്പോൾ തട്ട് കണ്ടു, ചുമര് കണ്ടു, നിലം കണ്ടു, കുളിമുറിക്ക് പോയി, മുഖക്കൊന്ന് കഴുകി, ഓരോന്നായിട്ട് കണ്ണിനും ചെവിക്കും മൂക്കിനുമെല്ലാം പാത്രമായ വസ്തുക്കളെ കാണുന്നത് ഉറങ്ങി എണീറ്റിട്ടാണ്. അവസാനം രാത്രി കിടന്ന് കണ്ണടയ്ക്കുമ്പോൾ എല്ലാറ്റിനെയും മാച്ചു കളയണു. ഈ എല്ലാം ഉദയം ചെയ്തത് നിങ്ങളുടെ ഉള്ളിലോ പുറത്തോ? ഉള്ളില്. സൂര്യൻ ഉദിക്കണത് പുറത്തല്ല. സൂര്യോദയം നടക്കണു എന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നത് നമ്മുടെ കണ്ണാണ്. ആ കണ്ണ് കാണിച്ചു തരുന്ന സൂര്യൻ ഉള്ളിലെ ഉൾപ്പതിപ്പാണ്. ഉൾപ്പതിപ്പ് വിട്ടൊരു സൂര്യനില്ല, നമുക്ക് അറിയില്ല. എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ ആ അനുഭവങ്ങൾ മുഴുവൻ നമ്മുടെ ഉള്ളിൽ വന്ന് പതിയാൻ. ആ ഉൾപ്പതിപ്പുകളെ നമ്മൾ കാണുന്നുള്ളൂ. ഞാൻ കാണുന്ന തട്ട് പുറത്തല്ല, എൻ്റെ ഉള്ളിലാണ്. ഞാൻ ചവിട്ടുന്ന നിലം എൻ്റെ ഉള്ളിലാണ്. ഞാൻ കാണുന്ന ശരീരം എൻ്റെ ഉള്ളിലാണ്. സമ്മതിച്ചോ? ഞാൻ കാണുന്ന ശരീരം, അതിൻ്റെയും പതിപ്പ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലാണ്. അപ്പം ശരീരമടക്കമുള്ള പ്രപഞ്ചത്തെ പരിത്യജ്യ. ഞാൻ കാണിച്ചു തരുന്നതാണ്. എൻ്റെ മുൻപിലുള്ള ദൃശ്യമാണെന്ന് പറഞ്ഞ് ആ ദൃശ്യത്തിനെ മനസ്സിൽ വ്യത്യാസപ്പെടുത്തി അങ്ങോട്ട് മാറ്റി നിർത്തി ദൃക്ക് ദ്രഷ്ടാവ് എന്ന് പറയുന്ന കോശത്തിൽ അങ്ങോട്ട് ചെന്ന് കുതശ്ചിത് കൗശലാദേവ. അഹോ, ഇങ്ങനെ ഒരു സാമർഥ്യം, ഇങ്ങനെ ഒരു കഴിവ്, ഇങ്ങനെ ഒരു മികവ്, ഇങ്ങനെ ഒരു കൗശലം മനുഷ്യബുദ്ധിക്കും മനുഷ്യ മനസ്സിനും ഉണ്ടെന്നോ? ആരറിഞ്ഞു അപ്പം അത്? ഈ മഹർഷി വന്ന്, എട്ടുവളയൻ മഹർഷി വന്ന് പറഞ്ഞപ്പോഴേ എനിക്കിത് മനസ്സിലായുള്ളൂ.
അതുവരെ ഞാൻ കേട്ടിട്ടില്ല, കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിച്ചില്ല. കുതശ്ചിത് എങ്ങനെയോ കൗശലാദേവ പരമാത്മാവിലോക്യതേ. എൻ്റെ ശരീരത്തിനെ കണ്ട് എൻ്റെ ഉള്ളിലൊരു പതിപ്പുണ്ടാക്കി അനുഭവിക്കുന്നത് പോലെ എൻ്റെ ഇന്ദ്രിയങ്ങളെ വിനിയോഗിച്ച് ഈ വിശാലവും വിവിധവുമായിരിക്കുന്ന പ്രപഞ്ചത്തെ മുഴുവൻ ഉൾപ്പതിപ്പിൽ ഞാൻ അനുഭവിക്കുന്നു. ആ അനുഭവിക്കുന്നത് മുഴുവൻ ഇല്ലാതെയായി തുടച്ചു മാറ്റുന്നു ഉറക്കത്തിൽ. അങ്ങനെ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എൻ്റെ ഉള്ളിലാണ്. ആരാണോ ഉദിപ്പിക്കുന്നത്, ആരാണോ എവിടെയാണോ അസ്തമിക്കുന്നത്, ആ ഉദയാസ്തമന വിലക്ഷണമായിരിക്കുന്ന ഉൾസത്യമാണ് ഞാൻ. ആ പരമാത്മാവിൻ്റെ വ്യാപ്തി എനിക്ക് മനസ്സിലാകുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ഈ ലോകത്തെ കാണുമ്പോഴാണ്. കേൾക്കുന്നുണ്ടോ? എന്തിനാണ് സ്വാമിജി ഈ ലോകത്തിൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിച്ചാൽ, ലോകമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അന്തരാത്മാവിൻ്റെ വ്യാപ്തി. ഈ വ്യാപ്തി എന്ന് പറഞ്ഞാൽ എന്താ? വ്യാപക ശക്തി, അത് പ്രകടമാകുന്ന സ്ഥിതിവിശേഷം. ആ വ്യാപ്തി മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഇന്ദ്രിയങ്ങൾ വേണം. ഇന്ദ്രിയങ്ങൾ ഉള്ളപ്പോൾ ഇന്ദ്രിയ വസ്തുക്കളുണ്ട്. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വസ്തുക്കളും തമ്മിലുള്ള സമ്പർക്കത്തിലൂടെ മാത്രമേ അനന്ത ദൂരങ്ങൾ പ്രത്യക്ഷപ്പെടുള്ളൂ. അനന്ത ദൂരങ്ങൾ, ഇതേമാതിരിയുള്ള അനന്ത ദൂരങ്ങൾ സ്വപ്നം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ബാഹ്യലോകത്തോടു കൂടിയുള്ള ബന്ധമെല്ലാം വിച്ഛേദിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ബാഹ്യലോകത്തെ മുഴുവനും മാച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ശരീരം പോലുമില്ല, മനസ്സ് പോലുമില്ല, എല്ലാം വിട്ട് കിടന്നുറങ്ങണു. ആ സമയത്താണ് സ്വപ്നം എന്ന് പറയുന്ന അനുഭവം. പക്ഷേ സ്വപ്നത്തിൽ നമുക്കൊരു ശരീരമുണ്ട്, നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ട്. അതുകൊണ്ടാണ് നാം കാണുന്നത്, കേൾക്കുന്നത്, ഗ്രഹിക്കുന്നത്, പുണരുന്നത്, മനസ്സിലാക്കുന്നത് എല്ലാം തന്നെ അങ്ങനെയാണ്. ആ സ്വപ്നത്തിൽ സൃഷ്ടിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സാധനമാണ്, പുറത്തുള്ളതല്ല. സ്വപ്ന പ്രപഞ്ചം സൃഷ്ടിക്കാൻ വേറെ ഏതെങ്കിലും ഈശ്വരൻ സ്വർഗത്തു നിന്ന് ഇറങ്ങി വരുന്നുണ്ടോ? എന്താ മിണ്ടാത്തെ? സ്വപ്ന സൃഷ്ടി മുഴുവൻ നടത്തുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഉണർവാണ്. ആ ഉണർവ് രചിക്കുന്നു ഒരു ശരീരം, അത് പഞ്ചഭൂതങ്ങളെ രചിക്കുന്നു. ഒരു ഈശ്വരനെ വേണമെങ്കിൽ ഈശ്വരനെ രചിക്കുന്നു, ലോകം രചിക്കാൻ. അങ്ങനെ ഈശ്വരനെ അടക്കം എല്ലാറ്റെയും രചിച്ച് സമാന്തരമായൊരു പ്രപഞ്ചമുണ്ടാക്കി അതിൽ പുതിയ ഒരു ശരീരത്തോടു കൂടി സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉൾഉണർവിൻ്റെ വ്യാപ്തി എത്രയുണ്ടെന്ന് മനസ്സിലാക്കൂ. ആ വ്യാപ്തി നമുക്ക് അനുഭവിക്കാനും ബോധ്യപ്പെടാനുമാണ് ഈ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത്. ഈ ജാഗ്രത അവസ്ഥ ലോകത്തിൻ്റെ അല്ല, നമ്മുടെയാണ്. ഞാനാണ് ഉണരുന്നത്, ഞാനാണ് ഉറങ്ങുന്നത്. ഞാൻ ഉണരുമ്പോഴാണ് ലോകം വെളിപ്പെടുന്നത്. ലോകം ഉണരുന്നില്ല, ഞാനാണ് ഉണരുന്നത്. എനിക്കാണ് ഉണർവ് എന്ന് പറയുന്ന അനുഭവം, ഒരു സ്ഥിതി, ഒരു അവസ്ഥ. എനിക്കാണ് ഉറക്കം, എനിക്കാണ് സ്വപ്നം. അത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. അപ്പോൾ പരമാത്മാവിലോക്യത എന്ന വാക്ക് എങ്ങനെയാ? പരമാത്മാവിനെ അറിയണമെങ്കിൽ നമ്മുടെ ഉണർവ് ഈ പറയുന്ന ജാഗ്രത അവസ്ഥയിലിരുന്ന് ഇന്ദ്രിയങ്ങളിലൂടെ അനന്ത ദൂരങ്ങളും അസംഖ്യ വസ്തുക്കളും അടങ്ങുന്ന ഈ പ്രചണ്ഡമായ ലോകത്തിൻ്റെ മാത്ര അളവുകൾ നമുക്ക് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടുത്തി തരുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ രചിച്ചത് നമ്മുടെ മനസ്സാണ്, ഉൾച്ചേതനയാണ്. പ്രസവിച്ച സ്ത്രീകൾ ഇവിടെ ഉണ്ടാവും, അവരോടൊക്കെ ചോദിക്കൂ, അവർ സ്വയം ചോദിക്കട്ടെ. ഗർഭപാത്രത്തിൽ ആ ബീജം രണ്ടും പ്രവേശിച്ചു, സ്പേമും ഓവും കൂടി സങ്കലനം നടന്ന് പ്രവേശിച്ചു. അത് കുറേശ്ശെ ആയിട്ട് അവിടെ വളർന്നു. ആ വളരുന്ന സമയത്ത് കണ്ണായി, മൂക്കായി, ചെവിയായി, ബാക്കിയുള്ള വസ്തുക്കളും ഒക്കെയായി. ഇതൊക്കെ ഉണ്ടാക്കി തീർത്തത് ഉൾപ്രഭാവമോ അതോ പുറമേ നിന്നുള്ള വല്ല ശക്തിയോ? ആ ഉൾപ്രഭാവം ഉണ്ടാക്കി തീർത്ത ശരീരവും ഇന്ദ്രിയങ്ങളുമാണ്. ആ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നാം ഇതെല്ലാം നോക്കിക്കണ്ട് അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൂത്രധാരൻ, ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാ? നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാവാണ്. ആ പരമാത്മാവിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ മഹിമ, അതിൻ്റെ മാത്ര, അതിൻ്റെ മേന്മ, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആ പ്രാഗൽഭ്യം മുഴുവൻ എനിക്ക് മനസ്സിലാവുന്നു.
കുതശ്ചിത് കൗശലാദേവ. ഇത് മനസ്സിലാക്കാൻ മനുഷ്യബുദ്ധിക്ക് സാധിക്കണു എന്നുള്ളതാണ് മനുഷ്യജന്മത്തിൻ്റെ വിശേഷം. മനുഷ്യബുദ്ധിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യജന്മത്തിൻ്റെ വിശേഷം. ആ വിശേഷം നിങ്ങൾ മനസ്സിലാക്കണം. ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിൽ കൃഷ്ണൻ ധ്യാനത്തിനെ പറ്റി പറയുമ്പോൾ പറയുകയാണ് 2 തരത്തിൽ ധ്യാനമുണ്ട്. രണ്ടാമത്തെ ധ്യാനം മുഴുവനും മനസ്സിലും ബുദ്ധിയിലും മാത്രം അധിഷ്ഠിതമാണ്. അതിൽ പറയാണ് ആത്മസംസ്ഥം മനഃകൃത്വ ന കിഞ്ചിദപി ചിന്തയേത്. മനസ്സിൻ്റെ ഈ ഓട്ടമുണ്ടല്ലോ, ഓട്ടം, നിങ്ങളുടെ ഭാഷയിൽ ഓടൊന്നുമില്ല, മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ആ മനസ്സിൻ്റെ പലതരത്തിലുള്ള വൃത്തികളുണ്ടല്ലോ, ആ വൃത്തികളെ മുഴുവൻ ഒതുക്കി കൊണ്ടുവന്ന് ആത്മാഭിമുഖമാക്കി ആത്മസംസ്ഥമാക്കി ന കിഞ്ചിദപി ചിന്തയേത്, ഒന്നും ചിന്തിക്കരുത് എന്നാണ് പറയണത്. ആ ഒന്നും ചിന്തിക്കാതെ ഇരിക്കുന്ന നിലയാണ് വാസ്തവത്തിൽ ആത്മസ്ഥിതി. ഏന ത്യജസി തം ത്യജേത് എന്ന് യോഗവാസിത്വത്തിൽ ശ്രീരാമനോട് വസിഷ്ഠനും പറയുന്നു. എല്ലാറ്റിനെയും നോക്കിക്കണ്ട് ഉപേക്ഷിച്ച് പരിശോധിച്ച് ഇല്ലാതെയാക്കി മന്ത്രമാണെങ്കിൽ മന്ത്രങ്ങൾ ജപിച്ച് വാൽമീകി എന്ത് ചെയ്തു? രാമ 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 ജപിച്ചു, ഉറക്ക ജപിച്ചു. പാവം അതേ അറിയുള്ളൂ. അതാണല്ലോ തുടങ്ങുമ്പോൾ രാജസം. മഹർഷിമാർ ഉപദേശിച്ചു, എഴുത്തുമില്ല വായനയില്ല ഒന്നുമില്ല. എന്താ നീ 2 അക്ഷരം പറഞ്ഞോ, രാമ 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 തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴോ രാമ 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 രാമ. ആ ശബ്ദമൊക്കെ കുറഞ്ഞു. ശബ്ദം കുറഞ്ഞു, പിന്നെ അവനവനും കേൾക്കാണ്ടായി. രാമ രാമ രാമ. ചുണ്ടു മാത്രം അനങ്ങി. അത് കഴിഞ്ഞിട്ടോ അനക്കോ നിന്നു, ഉള്ളിലുള്ള പറച്ചിലും നിന്നു, എല്ലാം നിന്നു. ഷു ഏന ത്യജസി തം ത്യജേത്. ജപിക്കാൻ ഉപയോഗിച്ച ആ ശക്തി ഉണ്ടല്ലോ, ഇച്ഛാശക്തി, ആ ഇച്ഛാശക്തിയെയും വിട്ടു. എല്ലാം അസ്തമിച്ചു, നിശ്ചലമായി, ശാന്തമായി. ആ ശാന്തമായി എത്ര കാലം കഴിഞ്ഞു എന്ന് ആരാ പറയുക? അനങ്ങാതെ ഇരുന്നപ്പോൾ ചതൽപ്പുറ്റുണ്ടായി, ശരീരം മൂടിപ്പോയി. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് പൊട്ടി വിരിഞ്ഞ് എണീറ്റ് നോക്കിയപ്പോൾ അന്നത്തെ ചെറിയ കൊച്ചു മരത്തൈകളുണ്ടല്ലോ, അതൊക്കെ വലുതായി വലിയ പ്രചണ്ഡ വൃക്ഷങ്ങളായിരിക്കുന്നു. ഇത്രയും കാലം ഞാൻ ഇങ്ങനെ രാമരാമ ശബ്ദത്തിൽ മുങ്ങി മുഴുകി കൂടിയോ എന്ന് ആശ്ചര്യമായി. അദ്ദേഹത്തിൻ്റെ പ്രകൃതം മാറി. വാൽമീകത്തിൽ നിന്ന് വന്ന ആള് വാൽമീകി മഹർഷി എന്ന് പേര് കിട്ടി. എന്നിട്ടാണ് രാമകഥ എഴുതാൻ തുടങ്ങിയത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? വാൽമീകി എന്ത് ചെയ്തു? ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയി? എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട്? നമ്മുടെ സർട്ടിഫിക്കറ്റുകാർ വല്ലവരും ഇങ്ങനെ ഒന്ന് എഴുതിയിട്ടുണ്ടോ ഇതുവരെ? പോസ്റ്റ് ഡോക്ടറേറ്റ് റിസർച്ചൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹം ഒരാളൊരു കാട്ടിലിരുന്ന് എഴുതി. ആ എഴുത്താണി നമ്മൾ കണ്ടിട്ടില്ല, ഗ്രന്ഥം നമ്മൾ കണ്ടിട്ടില്ല, കുടീരം നമ്മൾ കണ്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഒരു പടം നമ്മുടെ കയ്യിലില്ല. പക്ഷേ അദ്ദേഹം എഴുതിയ രാമായണം ലോകമായ ലോകം, ലക്ഷോപലക്ഷം കോടാനുകോടി പതിപ്പുകൾ ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ രാമൻ മടിയിൽ നിന്ന് ഇറക്കിവിട്ട രാമൻ അന്ന് മുതൽക്ക് ഇന്ന് എത്രയോ ജനങ്ങളുടെ ഉള്ളിൽ നുഴഞ്ഞു കയറി അവിടെ കൊടികുത്തി വാഴുന്നു. ഇതാണ് മനുഷ്യൻ്റെ മഹത്വം. ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. നിങ്ങളൊക്കെ എത്ര കാലം ജീവിക്കും? എത്ര വേണം? ഇനി കേൾക്കട്ടെ, എത്ര കാലം ജീവിക്കും നിങ്ങൾ? ഒരു 80, 85, 90 പോരെ? പോരാന്നുണ്ടോ? ഒരു 90, 100 വയസ്സ് ജീവിച്ചു. അത് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളുടെ മുത്തശ്ശൻ ആരായിരുന്നു എന്ന് ഞാൻ ചോദിച്ചാൽ പറയാൻ എത്ര ആളുണ്ട് ഈ സദസ്സിൽ? അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നിരിക്കണം സ്വാമിജി. അതുപോലെ നിങ്ങളെ ആരോ ഓർമ്മ വയ്ക്കും? കഷ്ടിച്ച് മക്കളുടെ മക്കള് അവിടുന്ന് അങ്ങോട്ട് ആരുമില്ല. നേരെ മറിച്ച് വാൽമീകിയോ ചിരഞ്ജീവിയായി വാഴുന്നു. അദ്ദേഹത്തിൻ്റെ രാമൻ ലോകപ്രസിദ്ധനാണ്. എത്ര ആളാ ആ രാമന് വേണ്ടി മന്ദിരം ക്ഷേത്രം കെട്ടുന്നത്? വാൽമീകിയുടെ തൂലികാരാമൻ. അത് വിട്ടൊരു രാമനെ നമ്മൾ അറിയില്ല. ഇക്ഷ്വാകു വംശത്തിലെ അനവധി രാജകുമാരന്മാരുണ്ടായിരുന്നു.
അതിൽ ചിലരൊക്കെ രാമനേക്കാൾ പ്രസിദ്ധനോ അല്ലെങ്കിൽ ശ്രേഷ്ഠനോ ആയിരുന്നിരിക്കണം. പക്ഷെ ആ ഒരൊറ്റ ആളെ പറ്റിയും നമുക്കറിയില്ല. ഒരു രാമചന്ദ്ര മഹാപ്രഭുവെക്കുറിച്ച് അറിയുള്ളൂ. അതിൻ്റെ കാരണം വാൽമീകിയുടെ തൂലികയാണ്. ആ തൂലിക രാമക്കുറിപ്പ് എഴുതിയിരുന്നില്ലെങ്കിൽ നമ്മളിപ്പോഴും രാമനെ പറ്റി അറിയില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് ചിരഞ്ജീവിത്വം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഉൾമാത്രയെ പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഏന ത്യജസി തം ത്യജേത്. എന്താ കാരണം? ആ രാമരാമ ശബ്ദത്തിൽ മനസ്സ് രമിച്ച് ലയിച്ച് രാമശബ്ദവും കൂടി ഇല്ലാതെയായി. എവിടുന്നാണോ എല്ലാം ഉത്പത്തിയാവുന്നത് പ്രഭവം, ആ പ്രഭവ കേന്ദ്രത്തിൽ ചെന്നുപെട്ടു. ഈ പ്രഭവ കേന്ദ്രം പുറത്തല്ല, ഉള്ളിലാണ്. ആ പരമാത്മാ വിലോക്യതേ. യോഗവാസിഷ്ടത്തിൽ പറയാണ്, ചിത്തം ചിദ്ഭക്ഷിതം കൃത്വ ചിത്താദപി പരോഭവ. രാമനോട് പറയാ, ചിത്തം, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ചിദ്ഭക്ഷിതം കൃത്വ, ചിത്തം, ചിത്തത്തെ, ചിദ്ഭക്ഷിതം കൃത്വ, ചിത്തതിനെ ഭക്ഷിക്കട്ടെ എന്ന്. ചിത്ത എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധബോധം. ആ ബോധത്തിൻ്റെ ഒരു വിഷയപ്രതീതി തലമാണ് ഈ മനസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ബോധം എപ്പോഴാണോ ഈ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന പ്രപഞ്ച വസ്തുക്കളെ പ്രതിഫലിപ്പിക്കുന്നത്, ആ പ്രപഞ്ച വസ്തു പ്രതിഫലനമാണ് മനസ്സ് എന്ന പേരിനാൽ അറിയപ്പെടുന്നത്. നമ്മുടെ ശുദ്ധ നിർമ്മലമായ കണ്ണാടി, ആ കണ്ണാടി എപ്പോഴും പ്രതിബിംബിക്കില്ല. അതിൻ്റെ മുൻപിൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിബിംബിപ്പിക്കുള്ളൂ. ആ പ്രതിബിംബിത രൂപത്തിനെയാണ് നമ്മൾ മനസ്സ് എന്ന് പറയുന്നത്. വസ്തുക്കളെ പ്രതിബിംബിക്കാതെ ഇരിക്കുന്ന സമയമാണ് ഉറക്കം. സമാധിയും അതുപോലെയുള്ള ഒരു നില തന്നെയാണ്. അവിടെ വസ്തുപ്രതീതി ഉണ്ടാവില്ല. അപ്പോൾ ഈ ചിത്തത്തിന് എന്തു വേണം? ചിത് ഭക്ഷിതം കൃത്വ. ചിത്തം എന്ന് പറഞ്ഞാൽ ചിത്ത് വണ്ണം വയ്ക്കുക. ഈ പ്രപഞ്ച വസ്തുക്കളെ പ്രതിബിംബിപ്പിച്ചത് കൊണ്ട് അതിനൊരു മാറ്റം വരുന്നത് പോലെ നമുക്ക് തോന്നുന്നു, അനുഭവം ഉണ്ടാവുന്നു. അങ്ങനെ പ്രപഞ്ചപ്രതീതി ഉളവാക്കിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടമോ ദശയോ അവസ്ഥയോ ആണ് മനസ്സ്. അപ്പോൾ എവിടുന്നാണ് ഈ പ്രതീതികൾ മുഴുവൻ വരുന്നത്? അതിൻ്റെ പ്രഭവസ്ഥാനം അതാണ് ചിത്ത്. ആ ചിത്തത്താൽ ഭക്ഷിക്കപ്പെടട്ടെ ചിത്തം. എന്നിട്ട് ചിത്താദപി പരോഭവ. മനസ്സിൻ്റെയും അപ്പുറത്ത് ചെന്നുപെടൂ രാമ. ചിത്തം ചിത് ഭക്ഷിതം കൃത്വ ചിത്താദപി പരോഭവ. ഈ വരികളൊക്കെ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ആ എന്താ ഞാൻ പറയുക, ഞാനതിനൊരു പ്രതികരണം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ വായിച്ചിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന എന്താ അത്? ആ വായിച്ചത് എന്തോ അത് ഇന്നതാണെന്ന് തോന്നുന്ന ഒരു നിലയുണ്ട്. എന്തൊരു വിശേഷപ്പെട്ടതാ, എത്ര വിശേഷപ്പെട്ടതാ. ആത്മാവ് നമ്മളോട് മിണ്ടില്ല, അത് നിശ്ചലമാണ്. ഈ ശാസ്ത്രവാക്യങ്ങളാണ് നമ്മളോട് മിണ്ടുന്നത്. ചിത്തം ചിത് ഭക്ഷിതം കൃത്വ. എന്തിനാ ഞാനിത് പറഞ്ഞത്? കുതശ്ചിത് കൗശലാദേവ പരമാത്മാ വിലോക്യതേ. നിങ്ങൾ എത്ര കാലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്? കുട്ടിയായിരുന്നു നിങ്ങളുടെ ശരീരം, കുറച്ച് മുതിർന്നു, പഠിച്ചു, കല്യാണം കഴിച്ചു, ഒരു പക്ഷേ 2 കുട്ടികളും ഉണ്ടായി. ഇതൊക്കെ കഴിഞ്ഞാലും നിങ്ങളുടെ ഉൾമാത്രയെപ്പറ്റി, ഉൾമാനത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ. ജനകനും അത് ചെയ്തില്ല. അഷ്ടാവക്ര മഹർഷിയുടെ ഉപദേശം കേട്ടത് മനസ്സിൽ പതിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, 20 ശ്ലോകം അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടേ ഉള്ളൂ. എൻ്റെ പരമാത്മാ എനിക്ക് ലബ്ധമായി കാണാൻ സാധിക്കുന്നു. ശരീരം കൊണ്ട് ഒരു മാറ്റവും ജനകനും ഉണ്ടായിട്ടില്ല. ഉള്ള മാറ്റം മുഴുവൻ മനസ്സിനാണ്, ബുദ്ധിക്കാണ്. ബുദ്ധിക്ക് ബോധന രൂപത്തിൽ, മനസ്സിന് മനന രൂപത്തിൽ ഉണ്ടായ മാറ്റമാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഉൾസത്ത, ഉള്ളുണർവ് ഈ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. പ്രപഞ്ചത്തിനെ മുഴുവനും ഗ്രഹിച്ചും ഗ്രസിച്ചും എല്ലാറ്റിനെയും അതിശയിച്ച് അതിജീവിച്ച് ഉൾക്കൊണ്ട് എല്ലാറ്റിൻ്റെയും അപ്പുറത്ത് കിടക്കുന്നതാണത്. പരമാത്മാ വിലോക്യതേ. യഥാനതോ ഭിന്നാ തരംഗാഫേന ബുദ്ബുദാഃ
ആത്മനോ ന തഥാ ഭിന്നം വിശ്വമാത്മവിനിർഗതം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ പറയട്ടെ, എനിക്കൊരു റിസർവേഷൻ തോന്നുക, ഞാൻ വല്ലാതെ അടിച്ചേൽപ്പിക്കുകയാണോ വല്ലതും? മുഴുവനും കട്ടിയായിട്ടുള്ള ആത്മാവാ. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഉൾസത്തയെ പറ്റി മാത്രമാണ് ഭൂമാനന്ദ സ്വാമി പറയുന്നത്. നിങ്ങൾക്കത് അങ്ങനെ തോന്നുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? വളരെ ധന്യന്മാർ, ഭാഗ്യവാന്മാർ. ഇതാണ് മനുഷ്യജീവിതത്തിൽ ഭാഗ്യം എന്ന് പറഞ്ഞാൽ. യഥാനതോ യതോ ഭിന്നാഃ യഥാനതോ യതോ ഭിന്നാഃ തരംഗാഫേന ബുദ്ബുദാഃ തരംഗാഫേന ബുദ്ബുദാഃ ആത്മനോ ന തഥാ ഭിന്നം ആത്മനോ ന തഥാ ഭിന്നം വിശ്വമാത്മവിനിർഗതം. വിശ്വമാത്മവിനിർഗതം. പ്രകൃതി ഈ ലോകത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര സുന്ദരമായിട്ടാണെന്ന് അറിയോ? ഈ ആത്മാ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒന്നിനെയും നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല. എന്നാൽ ഇന്ദ്രിയാതീതമാണ് ആത്മാ, ഇന്ദ്രിയാതീതമാണ് മനസ്സ്, ഇന്ദ്രിയാതീതമാണ് ബുദ്ധി, ഇന്ദ്രിയാതീതമാണ് അഹങ്കാരം, ഇന്ദ്രിയാതീതമാണ് ഈശ്വരൻ, അതീതനാണ് ഈശ്വരൻ. ആ ഈശ്വരനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാ? പല വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും ഉപമകളും നമ്മുടെ മുൻപിലുണ്ട്. ആ ഉപമകളെ വെച്ചുകൊണ്ട് സാദൃശ്യം ഏതാണ്ട് പറഞ്ഞൊപ്പിച്ച് ഗ്രഹിപ്പിക്കാനേ പറ്റുള്ളൂ. ഇതാ പറയണു ആര്? ജനക മഹാരാജാവ്. യഥാനതോ യതോ ഭിന്നാഃ തരംഗാഃ ഫേന ബുദ്ബുദാഃ. സമുദ്രത്തെ നോക്കൂ. ആ തീരത്ത് ചെന്ന് നിന്ന് എത്ര തിരമാലകളാണ് അവിടെ ഒന്നിനു പുറകെ ഇങ്ങനെ വരുന്നത്. വലിയ കോളിളക്കമാണ് അതിൻ്റെ ഉപരിതലത്തിൽ. അതിലെന്തൊക്കെയുണ്ട്? ഫേന ബുദ്ബുദാഹ, പല വിധത്തിലുള്ള കൊമളകളുണ്ട്, നുരയും പതയുമുണ്ട്, കടൽനാക്ക്, കടൽ നുര എന്നൊക്കെ പറയും. അങ്ങനെ പല സാധനങ്ങളും സമുദ്രതലത്തിലുണ്ട്. തരംഗാഫേന ബുദ്ബുദാഹ, അത് അലയായാലും ബ്രേക്കറായാലും ബോറായാലും സുനാമി ആയാലും എന്തു തന്നെ ആയാലും അത് വെള്ളത്തിൽ നിന്ന് ഭിന്നമാണോ? സമുദ്രത്തിലാണ് ഈ കാണുന്നത് മുഴുവനും. അതിന് വെവ്വേറെ പേര് പറഞ്ഞു. അലയിങ്ങനെ പൊന്തി, മറ്റതിങ്ങനെ ചുരുട്ടി, ബോറിങ്ങനെ വന്നു. ഇതൊക്കെ ആണെങ്കിലും അത് സമുദ്രത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സമുദ്ര ജലത്തിൽ നിന്ന് ഭിന്നമല്ല, വ്യത്യസ്തമല്ല. അതുപോലെ ആ സാദൃശ്യമെടുത്ത് മനസ്സിലാക്കിക്കോളൂ. ആത്മനോന തഥാ ഭിന്നം, ആത്മനോന തഥാ ഭിന്നം. പറയൂ. ആത്മനോന തഥാ ഭിന്നം വിശ്വം ആത്മവിനിർഗതം. വിശ്വം ആത്മവിനിർഗതം. ആത്മാവിൽ നിന്ന് ഭിന്നമല്ല ഈ കാണുന്ന വിശ്വം മുഴുവനും. എനിക്ക് ഉണർവ് എന്ന് പറഞ്ഞൊരവസ്ഥയില്ലെങ്കിൽ ഈ പ്രപഞ്ചം എനിക്ക് അനുഭവപ്പെടില്ല. പ്രപഞ്ചം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് പ്രമാണം നമ്മുടെ ഉണർവിരിക്കുന്ന ജാഗ്രത അവസ്ഥയാണ്. ഞാൻ ഉണർന്ന് കണ്ണിനെ പ്രവർത്തിപ്പിച്ച്, ചെവിയെ പ്രവർത്തിപ്പിച്ച്, ബാക്കി ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ ഈ പ്രപഞ്ചം, ആ അസ്തിത്വം എനിക്ക് വെളിപ്പെടൂ. അപ്പം ഞാൻ അനുഭവിക്കുന്ന പ്രപഞ്ചം എന്നെ ആശ്രയിച്ചിരിക്കുന്നു. എന്നിൽ നിന്നാണ് അത് വിനിർഗതം, നിർഗമിക്കുന്നത്. ഞാൻ എണീക്കുമ്പോൾ എന്നിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ പിൻവലിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ എന്നിൽ വിലയം പ്രാപിച്ചു. അപ്പോൾ ഉദയാസ്തമനങ്ങൾ പ്രപഞ്ചത്തിൻ്റെ നടക്കുന്നത് എൻ്റെ അന്തരംഗത്തിലാണ്. ഈ സദസ്സ് സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ഉദയാസ്തമനം പേര് നടക്കുന്നവരാണ് നിങ്ങളെന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഏഴത്തമാണപ്പാ? എന്തിനെ ചൊല്ലിയിട്ടാണ് നിങ്ങൾ ഈ കേഴണത്? എനിക്കില്ലയോ? എന്തില്ല? എനിക്ക് ഉണ്ട്, എന്തുണ്ട്? എന്താണല്ലേ നിങ്ങൾക്ക്?
പാഞ്ചഭൗതികമായ ഒരു ശരീരമുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു മനസ്സുണ്ട്, ഒരു ബുദ്ധിയുണ്ട്, ഒരഹങ്കാരമുണ്ട്, ഞാൻ എന്ന് പറയുന്ന ഒരു ആത്മാവുമുണ്ട്. ഇതന്നെ എല്ലാവർക്കും ഉള്ളൂ. 10 വീട് കെട്ടിയവനും ഇതേ ഉള്ളൂ. അനുഭവിക്കാനായിട്ട് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരൊറ്റ മനസ്സ്. ഒരു കട്ടിലേ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ, ഒരു കാറിലേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. 10 കാറ് മേടിച്ചു കൂട്ടിയാലും നിങ്ങൾ ഒരു കാറിലേ സഞ്ചരിക്കുള്ളൂ. ഒരു വയറ്റിനെ ഊണ് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്തുണ്ടെന്നാ നിങ്ങൾ ഈ പറയണേ? എവിടം കൊണ്ടായി ഉണ്ടെന്ന് പറയണത്? ഈ വിശ്വം മുഴുവനും നിർഗമിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള അന്തരാത്മാവിൽ നിന്നാണ്. അപ്പം വിശ്വത്തിൻ്റെ മുഴുവൻ നിർഗമന സ്ഥാനമാണ്, പ്രഭവസ്ഥാനമാണ് ഞാൻ എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഉൾമഹിമ എത്രത്തോളം ഉണ്ടാവണം എന്ന് പറയൂ. അതാണ് മനുഷ്യനോട് കൃഷ്ണൻ പറയുന്നത്. അഗാധ ബുദ്ധി അക്ഷോഭ്യ സ്ഥിമിതോത് ഇവാർണവ. അഗാധ ബുദ്ധിയായി തീരൂ. ഒരു വിധത്തിലുള്ള ക്ഷോഭവും നിങ്ങൾക്ക് ഉണ്ടാവണ്ട, വിക്ഷുബ്ധത ആവശ്യമില്ല. നിറഞ്ഞിരിക്കുന്ന സമുദ്രം പോലെ എന്തൊക്കെ വേണമെങ്കിൽ നടന്നോട്ടെ, കപ്പലോടിച്ചോട്ടെ, നീരാവിയായി മേപ്പെട്ട് പൊക്കോട്ടെ, പുഴകളായി വന്നു ചേർന്നോട്ടെ, ആരാരെല്ലാം എന്തെല്ലാം ചെയ്യുന്നുവോ ഒക്കെ ചെയ്തോട്ടെ. സമുദ്രത്തിന് ഒരു കൂടലുമില്ല, ഒരു കുറവുമില്ല, ഏറ്റക്കുറച്ചിലില്ലാതെ നിറഞ്ഞ് എന്നാൽ കവിഞ്ഞൊഴുകാതെ ഇരിക്കുന്നത് പോലെ നിങ്ങളുടെ ഉള്ള് വിശ്വം മുഴുവനും നിറഞ്ഞ് വ്യാപിച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കി ആ നിറവോട് കൂടിയിരിക്കൂ. Let there be an abundance within your body, an inestimable fullness within you. You are unassailable, unaffectable, unsurpassable, unexcellable. Nobody can excel you, nobody can conquer you, nobody can subdue you. You are full, absolute, transcendental. ഈ പാട്ടൊന്നൊരു പാടുവപ്പാ. എവിടെയാണ് ഏഴത്തം? മനസ്സല്ലേ അനുഭവിക്കുന്നത്. ആ സൈക്കോളജിക്കൽ സഫിഷ്യൻസി, ലെറ്റ് ഇറ്റ് ഗ്രേസ് യു ഓൺ ഓൾ ഒക്കേഷൻസ്. സൈക്കോളജിക്കൽ സഫിഷ്യൻസി. കേമദ്രുമ യോഗം എന്നൊരു യോഗമുണ്ട്. ജ്യോതിഷങ്ങൾ പറയും എത്ര പണം ഉണ്ടെങ്കിലേ ഇല്ലപ്പാട്ട്. അവരില്ലേ പാട്ട്. ചില വീട്ടമ്മമാരുണ്ട്, എത്ര ഉണ്ടെങ്കിലേ ഇന്നേ ബുദ്ധിമുട്ടാണ്, കയ്യിൽ കാശില്ല, അങ്ങനെ പാടുന്നവരാ. പിന്നെ ചില കൂട്ടരുണ്ട് ശശിമംഗള യോഗക്കാർ. അവർക്കോ വിമുഞ്ചതിനതം ലക്ഷ്മി ലജ്ജാ കുലവധൂമിവ. മഹാലക്ഷ്മി വിട്ടുപിരിയില്ലത്രേ. കുലവധുക്കളെ ലജ്ജ എന്നതുപോലെ അവർ കുറച്ചുണ്ടെങ്കിലും ധാരാളം ചിരിച്ചുകൊണ്ട് വേണ്ടതുണ്ട്. അതിനെപ്പം എന്താ ബുദ്ധിമുട്ട്, തരാലോ പോവാലോ എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇങ്ങനെ 2 തരത്തിലുണ്ട്. നിങ്ങളാരും ഈ കേമദ്രുമക്കാരാവരുത്, ഒക്കെ ശശിമംഗളക്കാരായിത്തീരും. ഇതാണ് നമുക്ക് ആവശ്യം. ആത്മനോന തഥാ ഭിന്നം വിശ്വമാത്മ വിനിർഗതം. അനുഭവതലത്തിലാണ് എല്ലാം ഇവിടെ ഉള്ളത്. എന്തനുഭവിച്ചാലും നിങ്ങൾ ഏതെങ്കിലും അനുഭവമാകുന്നുണ്ടോ, അതോ നിങ്ങൾ അനുഭവിയോ? നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവുമ്പോൾ നിങ്ങൾ കുട്ടിയാവുന്നുണ്ടോ? അതോ നിങ്ങൾക്കൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് കുട്ടിയെ നിങ്ങൾ നോക്കിക്കാണുക, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പണമുണ്ടായാൽ നിങ്ങൾ പണാവുമോ? അതോ പണമുണ്ടെന്നുള്ള തോന്നൽ മനസ്സിലുണ്ടാവുമോ? അപ്പം നിങ്ങൾ എപ്പോഴും എന്ത് അനുഭവങ്ങൾ ഉണ്ടായാലും ആ അനുഭവമാകുന്നില്ല, അനുഭവിയാണ് ആകുന്നത്. ആരെങ്കിലും ഒരാൾ മരിച്ചു, ആ മരണത്തിൻ്റെ അവിടെ പോയി ആ ശവദാഹത്തിലും പങ്കെടുത്തു, അതും പറഞ്ഞ് നിങ്ങൾ മരിക്കുകയോ ശവദാഹത്തിന് വിധേയമാവുകയോ ചെയ്യുന്നുണ്ടോ? എന്താ മിണ്ടാത്തെ? മരണം കണ്ടതുകൊണ്ട് നിങ്ങൾ മരിക്കുകയോ, ദുഃഖം അനുഭവിച്ചത് കൊണ്ട് നിങ്ങൾ ദുഃഖിയാവോ, സുഖമനുഭവിച്ചത് കൊണ്ട് സുഖിയാവോ, ദാരിദ്ര്യം അനുഭവിച്ചത് കൊണ്ട് നിങ്ങൾ ദരിദ്രനാവോ, പണക്കാരൻ പണമനുഭവിച്ചത് കൊണ്ട് നിങ്ങൾ പണക്കാരനാവോ? ആവില്ല. നിങ്ങളെ എല്ലാ അനുഭവങ്ങളുടെയും അനുഭവിയാണ്, അനുഭവങ്ങളല്ല. കാലത്തെണീറ്റാൽ വൈകുന്നേരം ഉറങ്ങുന്നത് വരെ നമുക്ക് തിരമാലകൾ പോലെ അനുഭവമാലകളാണ് വന്നു പോകുന്നത്. ആ
ആ അനുഭവങ്ങളൊക്കെ വരണു പോണു. നിങ്ങൾ വരാതെയും പോകാതെയും അവയ്ക്ക് വരാനും പോകാനും അനുവാദം നൽകിക്കൊണ്ട് സിനിമാ സ്ക്രീൻ പോലെ അവിടെ നിൽക്കണേ ഉള്ളൂ. ഇതൊന്നും ഉറപ്പിക്കണപ്പ. കയ്യിലുള്ള ഏഴത്തം യാത്ര പറയട്ടെ എന്നേക്കുമായി. മനസ്സങ്ങട് നിറയട്ടെ. മനുഷ്യനായി ജനിച്ചതിൻ്റെ പേരിൽ ഞാൻ ഈശ്വരൻ്റെ പുത്രനാണ്, പുത്രിയാണ്. ആ പുത്രിത്വം അതിന് ഒരു കോട്ടവും ഒരു കുറവും വരാൻ പോണില്ല. ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, ചെയ്യാതെ ഇരിക്കട്ടെ. ജനിച്ച നാൾ മുതൽ ഞാൻ ഈശ്വരൻ്റെ സന്താനമാണ്. ആ ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഭക്തി നിങ്ങൾ പരിശീലിക്കണ്ട, ഭക്തനായി തീർന്നാൽ മതി. എന്താ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ഭക്തി പരിശീലിക്കണ്ട, ഭക്തനായി തീരൂ. ഇത് പണത്തിൻ്റെ വ്യാഖ്യാനമല്ല, എക്കണോമിക്സ് അല്ല, ആന്ത്രോപോളജി അല്ല, ന്യൂക്ലിയർ സയൻസ് അല്ല, സ്പിരിച്വൽ സയൻസാണിത്. ഇത് മനസ്സിനെ സംബന്ധിച്ച നിർവചനമാണ്, മനസ്സാക്ഷിയെ സംബന്ധിച്ച നിർവചനമാണ്. നിങ്ങളുടെ തന്നെ ഉള്ളിനെ സംബന്ധിച്ച് ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തോ അതിനെ സംബന്ധിച്ച നിർവചനമാണിത്. തന്തുമാത്രോ ഭവേദേവ പടോ യദ്വദ് വിചാരിതഃ ആത്മതന്മാത്രമേവൈദം തദ്വദ് വിശ്വം വിചാരിതം. നിങ്ങളൊക്കെ ഇത് ചൊല്ലണോ അതോ ഞാൻ ചൊല്ലി വേഗം പോട്ടെ? നിങ്ങൾക്ക് ഏറ്റു ചൊല്ലണോ? ആ. തന്തുമാത്രോ ഭവേദേവ പടോ യദ്വദ് വിചാരിതഃ ആത്മതന്മാത്രമേവൈദം തദ്വദ് വിശ്വം വിചാരിതം. തന്തുമാത്രോ ഭവേദേവ പടോ യദ്വദ് വിചാരിതഃ. ഒരു തുണിക്കടയിൽ ചെന്നാൽ തുണിത്തരങ്ങൾ എത്ര എണ്ണം ഉണ്ടാവും അവിടെ? പലതരം. അങ്ങനെ മടക്കിയും ചുരുട്ടിയും ഒക്കെ വെച്ചിട്ടുണ്ടാവും. എടുത്ത് വിരിക്കാം. പല നിറത്തിലും പല ഭാഷയിലും ഡിസൈനിലും ഫൈനിലും പലതുമാണ്. പക്ഷേ അതെല്ലാം തന്നെ നൂല് കൊണ്ടുണ്ടാക്കിയതാണ്. നൂല് എന്ന് പറയുന്നതിൻ്റെ പ്രകടന വിശേഷം, പരിണാമ വിശേഷമാണ് ഈ കാണുന്നത് മുഴുവനും. ഇത് ആലോചിച്ചാലേ മനസ്സിലാവുള്ളൂ, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണില്ല. ഒരു പക്ഷേ നായ കൂട്ടിക്കൊണ്ട് പോവും കടയിലേക്ക്, അങ്ങോട്ട് കിടത്തിയില്ലെങ്കിലും. രണ്ടുപേരും കൂടി തുണിത്തരങ്ങൾ നോക്കുക. നായ്ക്കുമുണ്ട് കണ്ണ്, അത് കാണും. പക്ഷേ അത് മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാ തുണിത്തരങ്ങളും നൂലുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നായ്ക്ക് അറിയില്ല, നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതാണ് വിചാരതഃ എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ച് നോക്കണം. ഞാൻ കണ്ടതെന്താ, അതിലെന്താണ് ഉള്ളത്, അതെങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉരുട്ടി പരത്തിയതാ ചപ്പാത്തി പോലെ അല്ല, നൂലുകൊണ്ട് ഊടും പാവുമായി നെയ്തുണ്ടാക്കിയതാണ്. ഒറ്റ നൂല് തന്നെയാണ് ഊടും പാവുമായിരിക്കുന്നത്. അങ്ങനെ തന്തുമാത്രോ ഭവേദേവ പടോ യദ്വദ് വിചാരിതഃ. ആലോചിച്ച് നോക്കുന്നവരുടെ മുൻപിൽ കാണുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ പഞ്ഞുകൊണ്ടുണ്ടാക്കിയത്, നൂലുകൊണ്ട് നെയ്തതാണ് എന്ന് പറയുന്ന മാതിരി ആത്മതന്മാത്രമേവൈദം തദ്വദ് വിശ്വം വിചാരിതം. ഈ കാണുന്ന വിശ്വം, പ്രപഞ്ചം മുഴുവനും ഈ ആത്മാ എന്ന് പറയുന്ന ഒരൊറ്റ സാധനം കൊണ്ട്, നൂലുകൊണ്ട് നെയ്തുണ്ടാക്കിയിട്ടുള്ളതാണ്. ഭാവന ചെയ്യൂ. ഇന്ന് മുതൽക്ക് 10 ദിവസം ഈ ഒരു ശ്ലോകമാകട്ടെ നിങ്ങളുടെ മനസ്സിൽ. ഇത് വിചാരിച്ച് കിടന്നുറങ്ങൂ. എന്ത് വസ്തു കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ആലോചിച്ചാൽ, എന്താണ് മണ്ണായത്, എന്തുകൊണ്ടാണ് വെള്ളമുണ്ടായത്, എന്താണ് വായുവായത്? The 3 forms of substance. One is solid, another is fluid, the third is gaseous. Though they appear to be different, they are in reality material and existence. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഖരവസ്തു, ദ്രവവസ്തു, വാതവസ്തു എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കിയാൽ ആത്മതന്മാത്രമേവേദം,
ആത്മാ എന്ന് പറയുന്ന തന്മാത്ര കൊണ്ട് മാത്രം ഉണ്ടായതാണ് ഈ വിശ്വം മുഴുവനും. ഈ ആത്മാവിൽ നക്കിയാൽ നമുക്ക് കിട്ടാത്ത രസം ഈ വിശ്വത്തിലുള്ള ഒരൊറ്റ വസ്തുവിലും ഉണ്ടാവില്ല. വിശ്വത്തിലുള്ള വസ്തു ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് കിടക്കുമോ? നിങ്ങൾ ഉണ്ടാക്കിയ വീട് നിങ്ങളുടെ ഉള്ളിലേക്ക് കിടക്കുമോ? കിടക്കില്ല. നിങ്ങൾക്കുണ്ടായ കുട്ടി എപ്പോഴെങ്കിലും ഉള്ളിലേക്ക് പോവോ? അപ്പോൾ ഈ ഉണ്ടായ വസ്തുക്കൾ മുഴുവൻ നിങ്ങൾ നോക്കി കാണുമ്പോൾ മനസ്സിൽ അതിൻ്റെ പതിപ്പുകൾ മനസ്സുണ്ടാക്കുന്നതാണ്. ആ പതിപ്പുകളെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ആ മനഃപ്പതിപ്പിൽ മുഴുവൻ നിങ്ങളുടെ മനസ്സല്ലാതെ വേറെ ഒരു പൊരുളുണ്ടോ? ഒന്ന് പറയുന്നപ്പ. അപ്പം പിന്നെ എന്താ ഇവിടെ വേറെ ഉള്ളത്? മത്തങ്ങ എന്താ ഇവിടെ ഉള്ളതെന്നൊന്ന് പറയൂ. നിങ്ങളുടെ മനസ്സിലുള്ള വസ്തുഛായയും അല്ലാതെ ഞാനൊരു തൂണ് കണ്ടാൽ ആ തൂണിൻ്റെ പടം എൻ്റെ മനസ്സിൽ മനസ്സുണ്ടാക്കുന്നതാണ്. മിസ്റ്റർ തൂണുണ്ടാക്കുന്നില്ല. എൻ്റെ മനസ്സാണ് മനപ്പതിപ്പുണ്ടാക്കുന്നത്. എൻ്റെ മനസ്സിലുള്ള മനപ്പതിപ്പുകളാണ് ഈ ലോകവസ്തുക്കളെല്ലാം ഞാൻ പരാമർശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ രണ്ടാമതൊരു വസ്തു ഏതാ? മനസ്സിലുള്ള മനഃപ്പതിപ്പുകൾ മുഴുവൻ മനോനിർമ്മിതമല്ലേ? അത് മനസ്സ് തന്നെയല്ലേ? അപ്പോൾ ഇവിടെ മനസ്സല്ലാതെ എവിടെ വസ്തു അപ്പാ നിങ്ങൾ അനുഭവിക്കാൻ? പോയി ഇല്ല. ഉള്ളി തൊലിയുരിച്ച മാതിരിയാ, ഉരിക്കൂ, അവസാനം അകത്ത് ചെന്നാലോ ഒന്നും ഉണ്ടാവില്ല. ഉള്ളിയുടെ ആവശ്യത തിന്നാനുള്ളതല്ല. ആ ഉള്ളിയുടെ തൊലി ഉരിച്ചാൽ എങ്ങനെയോ അതുപോലെ എല്ലാം ഇല്ലാതെയായി തീരുന്നു. നമ്മുടെ മനസ്സാണ് ഇവിടെ പ്രമാണം. തദ്വദ് വിശ്വം വിചാരിതം യഥൈവേക്ഷുരസേ ക്ലുപ്ത തേന വ്യാപ്തൈവ ശർക്കര തഥാ വിശ്വം മയി ക്ലിപ്തം മയാ വ്യാപ്തം നിരന്തരം. നിങ്ങൾ ചൊല്ലണോ? യഥൈവേക്ഷുരസേ ക്ലിപ്ത തേന വ്യാപ്തൈവ ശർക്കര തഥാ വിശ്വം മയി ക്ലിപ്തം മയാ വ്യാപ്തം നിരന്തരം. യഥാ ഏവ ഇക്ഷുരസേ ക്ലിപ്ത തേന വ്യാപ്തൈവ ശർക്കര. നമ്മൾ ശർക്കര ഉണ്ടാക്കണം. എങ്ങനെയാണ് ഉണ്ടാക്കണത്? കരിമ്പുണ്ടാക്കി അതിൻ്റെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അതിനെ തിളപ്പിച്ച് ചൂടാക്കി വറ്റിച്ച് അത് അച്ചുകളിൽ ഒഴിക്കുമ്പോൾ ശർക്കരയായി, വെല്ലമായി. ആ വെല്ലത്തിൻ്റെ ഉള്ളിലും പുറത്തും എവിടെയും എന്താ രസമുള്ളത്? ഇക്ഷുരസം, കരിമ്പിൻ്റെ രസം. അതേപോലെ കരിമ്പ് രസം ശർക്കരയുടെ ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്നത് പോലെ ഈ വിശ്വത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കണു ഞാൻ രസം. ഈ വിശ്വശർക്കരയിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. അവിടെ എവിടെ നക്കി നോക്കിയാലും എൻ്റെ മനസ്സിൻ്റെ രുചിയാണ് വരുന്നത്. എൻ്റെ അന്തരംഗത്തിലാണ് സന്തോഷം, സന്താപം, ഉദാസീനത, സർവ അനുഭവങ്ങളും മനസ്സ് രചിക്കുന്നതാണ്. ഈ മനസ്സിനെ വിട്ട ഒരനുഭവം ഇല്ലപ്പാ. നിങ്ങൾ എന്ത് മേടിച്ചോളൂ, എത്ര കുട്ടികളുണ്ടായിക്കോട്ടെ, എന്തെല്ലാം ലോകത്തിൽ നടക്കട്ടെ, നിങ്ങൾക്ക് നേട്ടവും കോട്ടവുമായിട്ട് വരട്ടെ, എന്ത് തന്നെ വന്നാലും പോയാലും നിങ്ങൾക്കുള്ള അനുഭവരസങ്ങൾ മുഴുവൻ നിങ്ങളുടെ മനസ്സ് രചിക്കുന്നതും മനസ്സിൽ നിന്ന് നിർഗളിക്കുന്നതുമാണ്. ഇത് ഈ സദസ്സ് സമ്മതിക്കുന്നുണ്ടോ? ഞാൻ കൃതാർത്ഥനായി. നമ്മുടെ മനസ്സ് വിട്ടൊരനുഭവം ഇല്ല. നല്ല ഒരു കുട്ടിയെ, കൗതുകമുള്ള പേരക്കുട്ടിയെ കണ്ടു. ആരാ കാണുന്നത്? ഞാനാ കാണുന്നത്. കുട്ടിയുടെ പതിപ്പ് എവിടെയാ? എൻ്റെ ഉള്ളിലാണ്. അപ്പം എനിക്ക് ഞാൻ കണ്ട പേരക്കുട്ടി എവിടെയാ? പുറത്തോ ഉള്ളിലോ? ആ ഉള്ളിലുള്ള പേരക്കുട്ടിയെ ഞാൻ ആലോചിച്ച് അനുഭവിച്ച് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ
ആ സന്തോഷം പേരക്കുട്ടിയുടെ ശരീരത്തിലോ അതോ എൻ്റെ മനസ്സിലോ? അപ്പം നിങ്ങളുടെ മനസ്സിനെ വിട്ട് വേറെ എന്താ ഉള്ളത് ഈ പ്രപഞ്ചത്തിൽ? ഒന്ന് മനസ്സിലാക്കുവപ്പാ. ആ മോഹം പോട്ടെ. നമ്മൾ ഈ ലോകത്താൽ ചതിക്കപ്പെട്ട് കഴിഞ്ഞുകൂടാണ്. ആ ചതിക്ക് ഒരന്തം വരുത്തണം, നിർത്തണം. നമ്മുടെ അജ്ഞാനം പോട്ടെ, അറിവില്ലായ്മ പോട്ടെ, നമ്മൾക്ക് പ്രബുദ്ധത ഉണ്ടാവട്ടെ. നമ്മുടെ ഉൾമഹിമയെപ്പറ്റി നാം പ്രബുദ്ധരാകണം. ഞാൻ കുറഞ്ഞവനല്ല, എനിക്ക് കൂടുതൽ ആവശ്യമില്ല, ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഒരു പൊട്ടെനിക്ക് കിട്ടാനില്ല. ലോകത്തിൽ എന്ത് കിഴുതാളം മറിഞ്ഞാലും എൻ്റെ ഉള്ളിന് യാതൊരു പോറലോ വരില്ല. ഞാൻ അഭേദ്യനാണ്, നിരഞ്ജനനാണ്. ആ ഒരു ബോധ്യം ഈ പാട്ട് പാടുവപ്പ. ഈ ആത്മസഹസ്രനാമം അല്ലെങ്കിൽ ശതനാമമെങ്കിലും പാടൂ. സഹസ്രനാമം ജപിച്ച് മഹാവിഷ്ണു തടിച്ചു കഴിഞ്ഞു. നമ്മുടെ ആത്മനാമം കുറേ ജപിച്ച് നിങ്ങളുടെ മനസ്സ് നന്നാവട്ടെ. ആ കുറവ് എന്നുള്ള തോന്നൽ മനസ്സിന്ന് പോട്ടെ. ആത്മാജ്ഞാനാദ്യഗദ്ഭാതി ആത്മജ്ഞാനാന്ന ഭാസതേ രജ്വജ്ഞാനാദ് അഹിർഭാതി തജ്ഞാനാദ് ഭാസതേ നഹി. ആത്മാവിനെ അറിയാത്തത് കൊണ്ടാണ് ജഗത്ത് എന്ന് പറയുന്ന പരിലസനവും അതിനോടുള്ള ഭ്രമവും. ആത്മാവിനെ അറിയുമ്പോഴോ ന ഭാസതേ, ഈ ജഗത്തിന് വ്യത്യസ്തമായ ഒരു പ്രകാശമോ നിൽപ്പോ ഇല്ല. വെളിച്ചത്തിൽ കയറ് കണ്ടാൽ അവിടെ പാമ്പുണ്ടാവില്ല. കയറ് കാണാൻ പറ്റാതെ മങ്ങിയ ഇരുട്ടിലാണ് പാമ്പ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. പാമ്പിനെ കാണുന്ന സമയത്തും അവിടെ പാമ്പുണ്ടോ? പാമ്പിനെ കാണുന്ന സമയത്തും അവിടെ പാമ്പുണ്ടോ? ഇല്ല, കയറ് മാത്രമേ ഉള്ളൂ. പിന്നെ ആരായി പാമ്പിനെ ഉണ്ടാക്കിയത്? എവിടെയാ പാമ്പ് വന്നത്? നിങ്ങളുടെ മനസ്സിൽ. അതേമാതിരി ഈ പ്രപഞ്ചം മുഴുവനും ആത്മമയമാണ്. അനാത്മാവായി ഒരു തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം നിങ്ങളുടെ അജ്ഞാനം മാത്രം. എന്തിനെക്കുറിച്ചുള്ള അജ്ഞാനം? ആത്മാവിനെക്കുറിച്ചുള്ള അജ്ഞാനം. ആത്മജ്ഞാനം വരുമ്പോഴോ അത് തന്നെ പുറ്റു വീണമാതിരി വീഴും. ജനകൻ ഇങ്ങനെ കുറേ പറയുന്നുണ്ട്, കുറേ ശ്ലോകങ്ങളുണ്ട് ജനകൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് ചിത്രീകരിക്കുന്നത്. അഷ്ടാവക്ര സംഹിതയിൽ 2-ാമത്തെ അധ്യായത്തിലാണ് ജനകൻ്റെ ഈ നിവേദനം. ഇതുമാതിരി അർജുനൻ സംസാരിച്ചിട്ടില്ല, ശ്രീരാമൻ സംസാരിച്ചിട്ടില്ല, ആരും സംസാരിച്ചിട്ടില്ല. കുറച്ച് ശ്ലോകങ്ങൾ കേട്ട് തത്വോപദേശം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രതികരണമായി തൻ്റെ അനുഭവങ്ങളെ മുഴുവൻ അനുസ്യൂതം വിവരിക്കുന്ന വിശേഷപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഈ അഷ്ടാവക്ര സംഹിത. ഞാൻ പലയിടങ്ങളിലും പോയി സംസാരിക്കുന്നതിൽ തൃശ്ശൂർ ശ്രീമൂലസ്ഥാനത്ത് പ്രതിവർഷം വരുന്ന സദസ്സാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട സദസ്സ്. ആ സദസ്സിനോട് വൈകുന്നേരം അഷ്ടാവക്ര സംഹിത സംസാരിക്കാൻ ഞാൻ പുറപ്പെടാറേയില്ല. ഭഗവത്ഗീതയെ പറയാറുള്ളൂ. ഉപനിഷത്ത് പോലും കാലത്തെ ചർച്ച ചെയ്യുള്ളൂ. ആ നിബന്ധനയൊക്കെ വിട്ട് പതിവൊക്കെ വിട്ട് കഴിഞ്ഞ 2-ാം കൊല്ലം മുതൽ 3-ാമത്തെ വർഷമാണ് അഷ്ടാവക്ര സംഹിത സംസാരിക്കാമെന്ന് തീരുമാനിച്ചു. ഇറ്റ്സ് എ വെരി 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 ആബ്സ്ട്രൂസ് സബ്ജക്റ്റ്, ഇഫ് ഐ ക്യാൻ കോൾ ഇറ്റ് സോ. ഫോർ മീ ഇറ്റ് ഈസ് നോട്ട് ആബ്സ്ട്രൂസ് അറ്റ് ഓൾ. ഇറ്റ് ഈസ് വെരി ഇൻസ്പയറിംഗ്, ഇറ്റ് ഈസ് വെരി മൂവിങ്, ഇറ്റ് ഈസ് വെരി എൻലൈറ്റനിങ്. It's an ecstatic exposition of what is present within your body, the power and the presence that animate and activate your body and senses. നമ്മുടെ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും വേണ്ടതുപോലെ സംവേദനക്ഷമമാക്കി നിർത്തി അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഉൾപ്രഭാവം, സാന്നിധ്യമാണ് നമ്മുടെ ഇതിൽ ചർച്ചാ വിഷയം. നിങ്ങളെന്തോ അറിയാതെ ആത്മാവ്, കാരണശരീരം, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി, ഇവിടുന്ന് അങ്ങോട്ട് തള്ളി, എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? ഒരന്തവും കുന്തവും ഇല്ലാത്ത വാക്കാണ്. കാരണശരീരം, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ
ഈ മരിച്ചതിന് ശേഷം അതിജീവിക്കുന്നതാണെന്നുള്ളതൊക്കെ തെറ്റിദ്ധാരണയാണ്. അതൊന്നുമല്ല ഈ ശരീരങ്ങൾ. സ്ഥൂല ശരീരം പോലെ നമുക്കൊരു സൂക്ഷ്മ ശരീരമുണ്ട്, ഒരു കാരണ ശരീരമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ ഈ ശരീരം വീണു പോയാൽ സൂക്ഷ്മ ശരീരവും ഇല്ല, കാരണ ശരീരവും ഇല്ല. എങ്ങനെ ജാഗ്രത അവസ്ഥയില്ല, സ്വപ്നമില്ല, സുഷുപ്തിയില്ല, അതുപോലെ ഇതിന് മൂന്നും ഇല്ല. ഇതാണ് സത്യം. പക്ഷേ മനുഷ്യരിത് മനസ്സിലാക്കണില്ല. അറിവില്ലായ്മ, അജ്ഞാനം, ഭ്രമം, മോഹം പെട്ടെന്ന് വരും. ജ്ഞാനം, സൂക്ഷ്മജ്ഞാനം പതുക്കെ കൃഷി ചെയ്ത് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ജനകൻ ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഇതേവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മ വെച്ച് നിങ്ങളുടെ സർവവ്യാപകമായിരിക്കുന്ന ഉൾമാനം, ഉൾപരിണാമം മനസ്സിലാക്കി സന്തോഷമായിട്ട് കിടന്നുറങ്ങൂ നിങ്ങളെല്ലാവരും. ഇന്ന് ഒരു കുറവും നിങ്ങൾക്ക് തോന്നരുത്. ഒരു കുറവും നിങ്ങളുടെ മനസ്സിനെ തീണ്ടരുത്, തീണ്ടരുത്, തീണ്ടരുത്. ഒരു വിധത്തിലുള്ള ബാധയും നിങ്ങൾക്കുണ്ടാവരുത്. ഞാൻ വിളിച്ചു വരുത്തുന്ന ബാധയെ എനിക്കുള്ളൂ എന്ന് നല്ല പോലെ മനസ്സിലാക്കുക. ശരി. ശാന്തസ്വഭാവമജരാത്മകമേകസത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവമഹം തദേവ പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാനുസ്മരാമി പ്രണൗമി. ഹരി ഓം, ഹരി ഓം, ഹരി. ഇതാ സമാപനമായി സംയുക്തമായ ഓംകാര ജപ തപോനുഷ്ഠാനം. ഓ എല്ലാവരും നന്നായിരിക്കൂ. നിങ്ങൾക്ക് ഒരു കുറവുമില്ല, ഒന്നിട്ട് ആവശ്യമില്ല. ആപ്തകാമന്മാരായി സ്വതസിദ്ധന്മാരായി കഴിയുമപ്പ. സന്തോഷമായിട്ട് പല്ലും ചുണ്ടും കൊണ്ട് ചിരിക്കാൻ ചിരിച്ചുകൊണ്ടിരിക്കൂ, സന്തോഷമായിട്ട്.